ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുസ്ന കെ, ഞാനൊരു സോഷ്യൽ സയൻസ് ടീച്ചറാണ്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എന്താണ്? സ്റ്റോൺ ഏജ് പീരീഡിലെ 2 ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഏതൊക്കെയായിരുന്നു അത്? പാലിയോലിത്തിക് പീരീഡും പിന്നെ മെസോലിത്തിക് പീരീഡും. അപ്പോൾ പാലിയോലിത്തിക് പീരീഡിൽ അവരുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിത രീതിയിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ പഠിച്ചല്ലേ. മധ്യശിലായുഗത്തിൽ നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന് പഠിച്ചല്ലേ. ഓക്കെ, അപ്പം നമ്മൾ മൂന്നാമത്തെ പീരീഡ് ഏതായിരുന്നു? സ്റ്റോൺ ഏജിലെ മൂന്നാമത്തെ പീരീഡ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് പീരീഡ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവീന ശിലായുഗം. ആ പേരിനെ നോക്ക്, നവീനം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഏത്? നവീന ശിലായുഗം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോൺ ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തെയുമായ ഒരു കാലഘട്ടമായിരുന്നു നവീന ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നവീന ശിലായുഗം എന്താണ്? നവീന ശിലായുഗത്തിന്റെ പ്രത്യേകത? മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യൻ, നമ്മൾ പറയാം മധ്യശിലായുഗത്തിൽ അവരെന്താണ്, എങ്ങനത്തെ ആയുധങ്ങളെ, ചെറിയ ടൂൾസ്, ചെറിയ വെപ്പൺസ് ഉപയോഗിച്ചു അല്ലെ. കല്ലുകൾ കൊണ്ട് അമ്പുകൾ പോലുള്ള ചെറിയ വെപ്പൺസ് ഉപയോഗിച്ചു. അപ്പൊ നവീന ശിലായുഗം ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ആ വെപ്പൺസ് ഒക്കെ എന്ത് ചെയ്തു? ഒന്ന് മിനുസപ്പെടുത്തിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ മിനുസമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് എന്ത്? നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം എന്താ നമ്മൾ പറഞ്ഞത്? പരുക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം. അതുപോലെ തന്നെ സൂക്ഷ്മം, ചെറിയ ശിലകൾ ഉപയോഗിച്ചിരുന്ന ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു മധ്യശിലായുഗം. അപ്പൊ എന്താണ്? നവീന ശിലായുഗം ആയപ്പോഴേക്കും അവരെങ്ങനത്തെ ഉപയോഗിച്ചത്? പറയും, എങ്ങനത്തെയാണ് അവർ ഉപയോഗിച്ചത്? മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം. ഒരു ചിത്രം നോക്കിയാൽ എന്താണ്? ഏകദേശം നമ്മളിന്ന് ജീവിക്കുന്ന രീതിയിലോട്ട് അവർ എത്തിപ്പെട്ടു അല്ലെ. എങ്ങനെയായിരുന്നു പ്രാചീന കാലത്ത് അവർ ജീവിച്ചിരുന്നത്? ഞാൻ പറഞ്ഞു, മൃഗങ്ങളെ പോലെ അല്ലെ. സ്ഥിരവാസം ഉണ്ടായിരുന്നോ? ഇല്ല. വീടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നോക്കൂ, ഈ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? നോക്കൂ, അവര് നമ്മൾ ജീവിക്കുന്ന രീതികൾ പോലെ എന്താണ് അങ്ങനത്തെ രീതിയിലൊക്കെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ മൃഗങ്ങളെ നോക്ക്, ഇണക്കി വളർത്തിയില്ലേ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വീടുകൾ നോക്കൂ. നവീന ശിലായുഗമായപ്പോഴേക്കും മനുഷ്യന് കുറച്ചുകൂടി ഡെവലപ്പ് ആയില്ലേ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വീടുകളൊക്കെ, അല്ലെങ്കിൽ എന്താണ്, കുടുംബമായി ജീവിക്കുന്ന ഒരു രീതിയിലോട്ട് ആര് വന്നു? മനുഷ്യർ വന്നു. പണ്ട് കാലത്ത് അവരെങ്ങനെയായിരുന്നു? ഗുഹകളിലായിരുന്നു അല്ലെ. പ്രാചീന ശിലായുഗത്തിന്റെ കാലഘട്ടത്തിൽ അവര് ഗുഹകളില്, അല്ലെങ്കിൽ ഫാമിലി റിലേഷനോ, അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഒരു കുടുംബ വ്യവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. നവീന ശിലായുഗം ആയപ്പോഴേക്കും എന്തുണ്ടായി? അവര് വീടുകൾ നിർമ്മിച്ചു, മൃഗങ്ങളെ വളർത്തി, ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഒരു സ്ഥലത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. ഇത് തന്നെയാണ് നവീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് മറക്കരുത്. എന്താണ്? മിനുസപ്പെടുത്തി ഉപയോഗിച്ചു. എന്താണ്? ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു? ആയുധങ്ങള് മിനുസപ്പെടുത്തി ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ പോയിന്റ്സ് എഴുതാൻ പറ്റും. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന്. ഓക്കെ, നവീന ശിലായുധങ്ങൾ എങ്ങനത്തെ ആയിരുന്നു എന്നൂടെ നോക്കിയേ. കുറച്ചും കൂടെ എന്താണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് നവീന ശിലായുഗത്തില് അവര് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നവീന ശിലായുഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി ആരംഭിച്ചതാണ്. നമുക്കറിയാം, പണ്ട് കാലത്തിൽ ഈ പ്രാചീന ശിലായുഗത്തിൽ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? വേട്ടയാടിയിട്ടാണ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, മധ്യകാലം ആയപ്പോഴേക്കും എന്തുണ്ടായി? അവര് വേട്ടയാടി എന്ത് ചെയ്തു? മൃഗങ്ങളെ കിട്ടാതായി, വംശനാശം സംഭവിച്ചു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? അവരുടെ ഭക്ഷ്യജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ വേട്ടയാടലിൽ നിന്ന് പതുക്കെ ഇങ്ങോട്ട് മാറി. എന്തിലോട്ട് മാറി? കൃഷിയിലേക്ക് മാറി. അപ്പോൾ അവര് കൃഷി ആരംഭിച്ച ഏത് പീരീഡിലാണ്? നിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലാണ്. അപ്പൊ നവീന ശിലായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയണത്? കൃഷി ആരംഭിച്ചത്. ഏതാണ് പ്രധാനപ്പെട്ട പോയിന്റ്? ഏതാണ്? കൃഷി. നോക്കി വെക്കണം കേട്ടാ. നിയോലിത്തിക് പീരീഡിൽ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി ആരംഭിച്ചത്. എങ്ങനെയാണ് കൃഷിയിലോട്ട് അവർ എത്തിപ്പെടാനുള്ള കാരണം? എന്താണ്? വേട്ടയാടി ഇങ്ങനെ ചെറിയ ചെറിയ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ, വേട്ടയാടല് വ്യാപിച്ചപ്പോഴെന്തുണ്ടായി? എല്ലാവർക്കും ജീവിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മൃഗങ്ങൾ ഇല്ലാതായി. അപ്പൊ അവരെന്ത് ചെയ്തു? എന്തെങ്കിലും കായ്കനികളൊക്കെ എന്ത് ചെയ്തു? വെറുതെ മണ്ണിലിട്ട് നോക്കി. അപ്പൊ അതങ്ങോട്ട് മുളച്ചപ്പോഴവരെന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. അവിടെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കുറേ നെല്ലും പാടങ്ങളും എല്ലാം അവർ ഉദ്ദേശിക്കുന്ന കൃഷി. അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴങ്ങളും കിഴങ്ങുകളും എന്ത് ചെയ്തു? അവര് ഭൂമിയിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട്
ഒരു ചെറിയ രീതിയിലുള്ള കൃഷി ആരംഭിച്ചു. കൂടാതെ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മാറി. അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞത് മൃഗങ്ങളെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഒരു രീതിയായിരുന്നു മനുഷ്യനുണ്ടായത്. കൃഷി ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷണം ശേഖരിക്കുന്ന രീതിയിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ ശേഖരിച്ച് നടക്കുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയില്ലേ, ആ രീതിയിലോട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? മാറി തുടങ്ങി. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു മാറ്റമാണ്. നമുക്കറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൃഷി ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? കൃഷി ആരംഭിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോവോ? ഇല്ലല്ലേ. അതുപോലെ തന്നെ അവര് കൃഷി ആരംഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ കൃഷിയിടത്തോട് ചേർന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ ജീവിക്കാൻ ആരംഭിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? കൃഷി തുടങ്ങിയതിന് ശേഷം ആ കൃഷിയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവരവിടെ ചെറിയൊരു വീട് കെട്ടി. ആ വീട്ടിൽ എന്ത് ചെയ്തു? ആ കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? ആ വീട്ടിൽ താമസിച്ചു. അപ്പൊ എന്ത് ചെയ്തു? സെറ്റിൽഡ് ലൈഫ് അല്ലെങ്കിൽ സ്ഥിരവാസം. അപ്പൊ നമ്മൾ കൃഷിയോട് കൂടി നമ്മൾക്ക് പറയുന്ന ഒരു പോയിന്റും കൂടെയാണ് എന്ത്? സ്ഥിരവാസം. സെറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെറ്റിൽഡ് ലൈഫ് എന്ന് പറയും അല്ലേ. കൃഷി ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തും കൂടെ ആരംഭിച്ചു? സ്ഥിരവാസം ആരംഭിച്ചിട്ട് എന്ത് ചെയ്തു? ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള മാറ്റം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ട ഫുഡ് എന്ത് ചെയ്തു? അവര് തന്നെ ഉൽപ്പാദിപ്പിച്ചു അല്ലെ. അപ്പൊ എന്തുണ്ടാവുക? അവരെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവും? അതിൽ കുറച്ച് ബാക്കി ഉണ്ടാവും അല്ലേ. അതിനെന്താ പറയാ? മിച്ചോൽപാദനം അല്ലെങ്കിൽ മിച്ചം. എന്താണ്? ഇങ്ങനെ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവരുടേതായ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തു. ജസ്റ്റ് ചിന്തിക്കുക. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അത് അവർ ഉപയോഗിക്കും. അങ്ങനെ അവർ സ്ഥിരതാമസമൊക്കെ ആരംഭിക്കുമ്പോൾ അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടാവും അല്ലേ. മിച്ചോൽപാദനം എന്ന് പറയും. മിച്ചം ഉണ്ടാവും. അപ്പൊ ഈ മിച്ചം അവരെന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നെല്ലുണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് അരിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ബാക്കി കൊണ്ടുപോയി വിൽക്കും അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ മിച്ചമുള്ളത് അവര് മാർക്കറ്റുകളിൽ വിൽക്കാൻ തുടങ്ങി. മിച്ചമുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി? വിൽക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ഒരു മാർക്കറ്റ് വന്നു അല്ലെ. ഒരു ടൗൺഷിപ്പ് വരാൻ തുടങ്ങി. നിയോലിത്തിക്കിന് നവീന ശിലായുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും മാർക്കറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അവര് മിച്ചമുള്ളത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥ വേറെ ആളുകൾക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കറൻസി ഉണ്ടായിരുന്നു. അന്ന് നാണയങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? നാണയങ്ങൾക്ക് പകരം എന്താ ഉപയോഗിച്ചിരുന്നത്? ബാർട്ടർ സിസ്റ്റം കേട്ടിട്ടുണ്ട് നിങ്ങൾ? ബാർട്ടർ സിസ്റ്റം ആരംഭിച്ചു. എന്ന് വെച്ചാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് നെല്ലെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുകയാണ്, വിറ്റു. അപ്പൊ അയാൾ എനിക്ക് തിരിച്ചെന്ത് ചെയ്യും? അയാളുടെ വീട്ടിലുള്ള കോഴീനെ പൂച്ചേനെ എന്തെങ്കിലും അയാൾ എനിക്ക് തിരിച്ചു തരും. അപ്പൊ ഇത്തരത്തിലുള്ള കൈമാറ്റ രീതി അല്ലെങ്കിൽ അതിന് പറയുന്ന ഒരു ടേമാണ് ബാർട്ടർ സിസ്റ്റം. ഈ ബാർട്ടർ സിസ്റ്റം ആരംഭിച്ചത് ഏത് പീരീഡിലാണ്? നവീന ശിലായുഗത്തിലാണ്. ഫസ്റ്റ് തൊട്ട് ആലോചിക്കുക. എന്താണ് മൃഗങ്ങളെയൊക്കെ ക്ഷാമം നേരിട്ടപ്പോൾ അല്ലെങ്കിൽ വംശനാശം നേരിട്ടപ്പോൾ അവർ പതുക്കെ എന്തിലോട്ട് തിരിഞ്ഞു? കൃഷിയിലേക്ക് തിരിഞ്ഞു അല്ലേ. പിന്നെ ആ കൃഷിയിടങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? അവിടെ ഒരു വീട് വെച്ചു. അപ്പൊ അവിടെ എന്ത് തുടങ്ങി? സെറ്റിൽഡ് ലൈഫ് അല്ലെങ്കിൽ സ്ഥിരതാമസം തുടങ്ങി അല്ലേ. സ്ഥിരതാമസം തുടങ്ങി അവരെന്ത് ചെയ്തു? ഫുഡൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയപ്പോൾ അതിൽ എന്ത് വന്നു? കുറച്ച് സംഭവങ്ങള് മിച്ചം വന്നല്ലേ, കുറച്ച് മാറ്റി വെച്ചു. ഈ മിച്ചം വന്ന് വിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റു അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറുന്ന രീതി കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ടൗണുകൾ, ചെറിയ ചെറിയ മാർക്കറ്റുകൾ വന്നു തുടങ്ങി, കൈമാറ്റ രീതി വന്നു തുടങ്ങി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അടുത്തൊരു വഴിത്തിരിവായി നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് തീയിന്റെ കണ്ടുപിടുത്തം. നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ തീ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ വ്യാപകമായി തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കല്ലുകൾ തമ്മിൽ ഒരതിയാണ് അവര് തീ കണ്ടുപിടിച്ചതെന്നല്ലേ. അപ്പൊ അത്തരത്തിൽ തീ കണ്ടുപിടിച്ച് തീയൊക്കെ കൂട്ടിയിട്ടിട്ട് ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്ന രീതിയൊക്കെ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. അപ്പൊ തീയിന്റെ കണ്ടുപിടുത്തം, കൃഷിയുടെ കണ്ടുപിടുത്തമാണ് പ്രധാനപ്പെട്ട 2 പോയിന്റായിട്ട് നമ്മൾ നവീന ശിലായുഗത്തിൽ പറഞ്ഞത്. ഏതൊക്കെയാണ്? കൃഷിയും തീയിന്റെ കണ്ടുപിടുത്തം. അപ്പൊ അതുപോലെ തന്നെ പ്രധാനമായിട്ട് അടുത്ത് പറയാനുള്ളതാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം. എന്താണ്? ചക്രം കണ്ടുപിടിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാ? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ഗതാഗത സൗകര്യം വർദ്ധിക്കും. ചക്രങ്ങളെ കണ്ടുപിടുത്തം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിച്ചു. ഇവർ ഈ മിച്ചം വരുന്ന സംഭവങ്ങള് ചക്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വാഹനം, നമ്മൾ ഇന്ന് കാണുന്ന വാഹനമല്ല ഉദ്ദേശിക്കുന്നത്, കാളവണ്ടിയൊക്കെ പോലുള്ള സംഭവങ്ങളില്ലേ. അപ്പൊ അത്തരത്തിലുള്ള വീലുകളൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെ ഉപയോഗിച്ച് വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അവർ മിച്ചം വരുന്ന സാധനങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു.
അപ്പൊ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയാം ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൃഷിയുടെ ആവിർഭാവം, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, തീ കണ്ടുപിടിച്ചത്, പിന്നെ ചക്രങ്ങൾ കണ്ടുപിടിച്ചത് അല്ലേ. ഈ 3 കാര്യങ്ങളാണ് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നവീന ശിലായുഗത്തെ ആരാണ് ഗോർഡൻ ചൈൽഡ് എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? നവീന ശിലായുഗ വിപ്ലവം. ഈ പേര് ഒരിക്കലും മറക്കരുത് കേട്ടോ. നവീന ശിലായുഗത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ആരാണ് നവീന ശിലായുഗ പീരീഡിനെ നവീന ശിലായുഗ വിപ്ലവം എന്നുള്ള പേരിൽ ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഗോർഡൻ ചൈൽഡ്. ഗോർഡൻ ചൈൽഡ് ആണ് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ജസ്റ്റ് എന്താന്ന് മനസ്സിലായില്ലേ? നവീന ശിലായുഗം എന്താണ്? കൃഷി ആരംഭിച്ചു, അപ്പൊ സ്ഥിരവാസം ഉണ്ടായി, അപ്പൊ ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്ന് അവർ എന്തിലോട്ട് മാറി? ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലോട്ട് മാറി. ഈ ഉൽപ്പാദിപ്പിച്ച സംഭവങ്ങൾ അവരെന്ത് ചെയ്തു? മിച്ചം വെക്കാൻ തുടങ്ങി. ഈ മിച്ചം വെച്ചത് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് തുടങ്ങി? മാർക്കറ്റ് തുടങ്ങി. അതുപോലെ തന്നെ അവര് സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റം തുടങ്ങി. അതുകൊണ്ട് അതിനുശേഷം എന്ത് ചെയ്തു? ചക്രങ്ങൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ നവീന ശിലായുഗ പീരീഡിന് ഗോർഡൻ ചൈൽഡ് എന്താണ് വിശേഷിപ്പിച്ചത്? നവീന ശിലായുഗ വിപ്ലവം. ഒരു പോയിന്റ് വിട്ടുപോയി. ചക്രങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ സംഭവങ്ങളോട് ഉണ്ടാക്കിയവർ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെ. എന്താ അറിയോ? എന്താണ്? പോട്ടറി. എന്താണ് പോട്ടറി? മൺപാത്ര നിർമ്മാണം. ഞാൻ പറഞ്ഞു അവര് ആദ്യം എന്തുകൊണ്ടാണ് നാരുകൾ കൊണ്ട് ഉണ്ടാക്കിയ മരത്തിന്റെ നാരുകളും തടികളിൽ കിട്ടുന്ന തോലില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ എന്തുണ്ടാക്കിയിരുന്നത്? പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ചക്രം കണ്ടുപിടിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? മൺപാത്രങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് മൺപാത്രം ഉണ്ടാക്കുക? അതിനുള്ളിൽ ചക്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ കറക്കി എന്തുണ്ടാക്കും? മൺപാത്രം ഉണ്ടാക്കില്ലേ. ഈ പോട്ടറി സിസ്റ്റം അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണം ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ചക്രം, കൃഷി, തീയ്, മൺപാത്രം അല്ലെങ്കിൽ പോട്ടറി ഇതൊക്കെ ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ഈ പോയിന്റ് മറക്കരുത്. ഓക്കെ, എന്താണ് കൃഷിയുടെ ആരംഭത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? നവീന ശിലായുഗത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ കൃഷി ആരംഭിച്ചതിന് ഉണ്ടായ സാഹചര്യം, കൃഷി ആരംഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാണ്? ഒന്ന് വായിച്ച. പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങള്. എന്താണ്? നമുക്ക് എപ്പോഴും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ പറ്റും? നമ്മുടെ വെതർ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ കാലാവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്തു? മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റാതായി. ഇപ്പൊ നമുക്കറിയാം ഒരു കാട്ടിലൊക്കെ ആണെങ്കിൽ തീപിടുത്തം ഉണ്ടാവും അല്ലേ. എന്തുണ്ടാവുക? തീപിടുത്തം. കാടൊക്കെ തീ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ മൃഗങ്ങളൊക്കെ ചത്തുപോകും. അപ്പൊ അത്തരത്തില് മൃഗങ്ങളൊക്കെ ചത്തു. അല്ലെങ്കിൽ പരിസ്ഥിതിയിലുണ്ടായ ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തില് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ മൂലം എന്തുണ്ടാവും? ഒരുപാട് മൃഗങ്ങള് ചത്തൊടുങ്ങിയൊക്കെ ചെയ്തു. പിന്നെ ഇവരുടേതായ രീതിയിൽ വേട്ടയാടലും കാര്യങ്ങളും നടത്തിയില്ലേ. അപ്പൊ പരിസ്ഥിതിയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് കൃഷി ആരംഭിക്കേണ്ടതായി വന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ലഭ്യത കുറവ്. ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഭക്ഷണത്തിന് ലഭ്യത കുറവുണ്ടാവും അല്ലെ. ഭക്ഷണം കിട്ടാനുള്ള ചാൻസ് കുറയും. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവ്. എന്താണ്? പോപ്പുലേഷൻ കൂടും. ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പോപ്പുലേഷനും നമ്മുടെ റിസോഴ്സും എപ്പോഴും ബാലൻസ് ആയി നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. റിസോഴ്സ് കുറവും പോപ്പുലേഷൻ കൂടുതലായാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാ മനുഷ്യർക്കും ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് വേണ്ടേ? അപ്പോൾ അത്തരം റിസോഴ്സസ് അല്ലെങ്കിൽ ജനസംഖ്യ കൂടിയപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വഴികൾ അടഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? മനുഷ്യരെന്ത് ചെയ്തു? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു എന്ത്? കൃഷി. മനസ്സിലായില്ലേ? അത് നോട്ട് ചെയ്ത് വെക്കുക. കൃഷിയുടെ ആരംഭത്തിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്: പരിസ്ഥിതിയിലുണ്ടായ മാറ്റവും, ഭക്ഷണത്തിന് ലഭ്യത കുറവും, ജനസംഖ്യാ വർധനവും. എക്സാമിനൊക്കെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ദെൻ നമുക്ക് നവീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ് എടക്കൽ ഗുഹ. എവിടെയാണ് എടക്കൽ കേവ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എടക്കൽ ഗുഹയെ കുറിച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എവിടെയാണ്? വയനാട് അല്ലേ. നമുക്ക് കേരളത്തിന്റെ മലബാർ അല്ലെങ്കിൽ മലബാർ ഭാഗം, നോർത്തേൺ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വയനാട് കാണപ്പെടുന്ന ഒരു ഗുഹയാണ് എടക്കൽ ഗുഹ. നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും. എടക്കൽ ഗുഹയുടെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ കുറേ ചിത്രങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. പക്ഷെ നോക്കൂ,
ഈ ഒരു ചിത്രങ്ങളൊക്കെ നവീന ശിലായുഗത്തിലെ മനുഷ്യൻ വരച്ചു വെച്ച ചിത്രങ്ങളാണ്. എടക്കൽ ഗുഹയിൽ കാണാൻ പറ്റും. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ അത്തരം കാര്യങ്ങൾ നേരിട്ട് കണ്ടാലാണ് നമ്മൾക്ക് ചരിത്രം പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എടക്കൽ കേവിൽ നമ്മൾക്ക് എന്താണ് നവീന ശിലായുഗത്തിൻ്റെ ഒരുപാട് അവശേഷിപ്പുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലുള്ള തടാക ഗ്രാമങ്ങൾ, സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങളും നവീന ശിലായുഗത്തിൽ മനുഷ്യൻ കെട്ടിയതാണ്. എന്താണ് തടാക ഗ്രാമങ്ങൾ? ഒരു തടാകത്തില് എന്താണ് മൃഗത്തിന്റെ തോലും കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് തടാകത്തിന്റെ നടുക്കൽ, തടാകത്തിന്റെ തീരത്തൊക്കെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചേക്കുക, താമസിക്കാനുള്ള വീടുകൾ നിർമ്മിച്ചേക്കുക. അതൊക്കെ എന്തുണ്ടായതാണ്? നവീന ശിലായുഗത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ഇത്. നമുക്ക് നവീന ശിലായുഗത്തിന് ഉദാഹരണങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം. ഫസ്റ്റ് പ്രധാനമായിട്ടും പറയേണ്ടതാണ് എടക്കൽ ഗുഹ. ഒരിക്കലും മറക്കരുത്, എടക്കൽ ഗുഹ നവീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലുള്ള തടാക ഗ്രാമങ്ങൾ എന്താണ് നവീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കുന്നത് നവീന ശിലായുഗവും എന്താണ് പ്രാചീന ശിലായുഗവും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. എന്താണ് ഉപകരണങ്ങൾ എന്താ മാറ്റേണ്ടായിരുന്നു ആലോചിച്ച് നോക്കിയേ. പ്രാചീന ശിലായുഗത്തിൽ എങ്ങനത്തെ ഉപകരണങ്ങളായിരുന്നു? വെപ്പൺസ് എങ്ങനെയായിരുന്നു? ഹാർഡ് വെപ്പൺസ് ആയിരുന്നു അല്ലെ. എന്ന് വെച്ചാല് പരുക്കൻ ശിലായുധങ്ങളാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗം ആയപ്പോഴേക്കും എന്ത് പറ്റി? മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചൊരു കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം. ദെൻ തൊഴിലെന്തായിരുന്നു? വേട്ടയാടൽ അല്ലേ. ഞാൻ പറഞ്ഞ മൃഗങ്ങളെ പോലെ വേട്ടയാടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ വേട്ടയാടലിൽ നിന്ന് മനുഷ്യൻ എന്തിലോട്ട് മാറി? കൃഷി വന്നു. അതുപോലെ തന്നെ മൃഗപരിപാലനം. പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് മൃഗപരിപാലനം. മൃഗപരിപാലനം എന്ന് വെച്ചാൽ അവരെന്തു കൃഷിയോടൊപ്പം തന്നെ കാറ്റില് എന്ന് വെച്ചാൽ നമ്മുടെ പശുവിനെയൊക്കെ അല്ലേ, പശു, ചെമ്മരിയാട് പോലുള്ള മൃഗങ്ങളെയൊക്കെ വളർത്തിയ കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം. എന്തിനാണ് മൃഗങ്ങളെ വളർത്തുന്നത്? പാലുൽപാദനത്തിനും അല്ലേ, മീറ്റിനൊക്കെ വേണ്ടിയിട്ട്, മാംസത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മൃഗങ്ങളെ വളർത്തി. സ്വാഭാവികമായിട്ട് നമ്മൾ കൃഷിയിടങ്ങൾ ആരംഭിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ കാലത്തുള്ള പോലത്തെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന രാസവളങ്ങളൊക്കെ അന്നുണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ഇവര് മൃഗങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരുന്നത്? വളങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ കൃഷി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്തും കൂടെ തുടങ്ങി? മൃഗപരിപാലനവും തുടങ്ങി. ചെമ്മരിയാട് പോലുള്ള, പ്രത്യേകമായിട്ട് പറഞ്ഞ ചെമ്മരിയാടിനൊക്കെ വളർത്തി തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് എന്തായി? ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മാറി. ഭക്ഷണം ശേഖരിച്ചിരുന്ന ഒരു ജനതയായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അവരെങ്ങോട്ട് മാറി? ഭക്ഷണം ഉൽപാദിപ്പിക്കുന്നതിലോട്ട് മനുഷ്യൻ മാറി. പിന്നെ ഞാൻ പറഞ്ഞു സെറ്റിൽഡ് ലൈഫ്, സ്ഥിരതാമസം ഉണ്ടായിരുന്നോ? ഇല്ല. അവര് തോന്നിയ ഗുഹകളിലൊക്കെ കയറി താമസിക്കും. പിന്നെ അവിടുന്ന് വീണ്ടും നൊമാഡിക് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യ വിഭാഗങ്ങള്. അങ്ങനെയായിരുന്നു. ഏത് കാലഘട്ടത്തില്? കാലഘട്ടം കൂടെ ഓർത്തിട്ടാണ് പഠിക്കാനിട്ടാ. പ്രാചീന കാലഘട്ടത്തില് എന്താണ് സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. നവീന ശിലായുഗമായപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്ത് തുടങ്ങിയവര്? കൃഷിയും മൃഗപരിപാലനമൊക്കെ തുടങ്ങി. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും കൃഷിയും മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ആ സ്ഥലം വിട്ട് നമ്മൾ പോവുമോ? ഇല്ലല്ലേ. നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ സ്ഥിരവാസം ആരംഭിക്കും, അവിടെ താമസിക്കാൻ തുടങ്ങും. അപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചൊരു കാലഘട്ടമാണ് ഏത്? നവീന ശിലായുഗം. പിന്നെന്താണ്? മൃഗപരിപാലനം ഈ ഒരു സമയത്ത് ഇല്ല, പ്രാചീന ശിലായുഗത്തിൽ ഇല്ല. മെസോലിത്തിക് പീരീഡ് ആയപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും അവരെന്ത് വളർത്തി? നായേനെ വളർത്തി എന്ന് പറഞ്ഞു അല്ലേ. എന്തിന്? വേട്ടയാടൽ സുഗമാവാൻ വേണ്ടിയിട്ട്. പക്ഷെ നവീന ശിലായുഗമായപ്പോഴേക്കും മൃഗങ്ങളെ വളർത്തൽ എന്ത് ചെയ്തു? വ്യാപകമായിട്ട് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. പിന്നെ പാത്രം, എങ്ങനത്തെ പാത്രമായിരുന്നു പാലിയോലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്നത്? മരത്തിന്റെ നാര് കൊണ്ടുള്ള പാത്രങ്ങള്. നവീന ശിലായുഗമായപ്പോഴേക്കും എന്ത് ഉപയോഗിച്ചു? മൺപാത്രങ്ങൾ. അതെങ്ങനെയാണ് മാറിയതെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് മൺപാത്രങ്ങൾ ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് കൃഷി, പിന്നെ പറഞ്ഞേ തീയു കണ്ടുപിടിച്ചത് അല്ലേ. കൃഷി, സ്ഥിരതാമസം, തീയ്, ചക്രങ്ങള് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുക. ചക്രങ്ങൾ ഉണ്ടായപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, മൺപാത്രങ്ങൾ, പോട്ടറി എന്ന് പറയും മൺപാത്രങ്ങളുടെ നിർമ്മാണം വ്യാപകമായത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലെ ചക്രങ്ങൾ കണ്ടുപിടിച്ചതിലൂടെയാണ്. സാങ്കേതിക വിദ്യ നമ്മൾ പറഞ്ഞു പ്രാചീന ശിലായുഗത്തില് ശില്പവിദ്യ എന്ന് വെച്ചാൽ അവർ കല്ലുകൾ കൊണ്ടുള്ള മനുഷ്യന്റെ രൂപങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ ശില്പവിദ്യയിൽ പറഞ്ഞു അല്ലേ. ചിത്രകല നമ്മൾ പറഞ്ഞു ഗുഹകളിലൊക്കെ
പഴച്ചാറുകൾ കൊണ്ടും ഇലകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്തു ചിത്രങ്ങൾ വരച്ചു വെച്ചിരുന്നു. അതുപോലെ കരകൗശല വിദ്യകള്, ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, എല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ, ഇതൊക്കെ പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ്. നവീന ശിലായുഗമായപ്പോഴേക്കും എന്ത് പറ്റി? മൺപാത്രങ്ങളുടെ നിർമ്മാണം, ഇതേ പറയുന്നൊക്കെ ചക്രങ്ങളുടെ ഉപയോഗം, വസ്ത്രം നെയ്തിടാൻ തുടങ്ങി. അന്ന് വസ്ത്രം ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. പ്രാചീന ശിലായുഗത്തിൽ എന്താണ്? ഇലകളല്ല ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗം ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? വസ്ത്രങ്ങള് നെയ്തുപയോഗിക്കാൻ തുടങ്ങി. പിന്നെന്താണ്? കരകൗശല വിദ്യ. എന്താണ് കരകൗശലം? ഹാൻഡ് ക്രാഫ്റ്റ്. എങ്ങനെയാണ് ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കൈകൊണ്ട് മൺപാത്രങ്ങൾ, കൈകൊണ്ട് തുന്നുക, അങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കി. അതുപോലെ തന്നെ ചിത്രകലയും ശില്പവിദ്യയൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ വാസസ്ഥലങ്ങളുടെ നിർമ്മാണം, നമ്മൾ പറഞ്ഞ സ്വിറ്റ്സർലൻഡിലെ എന്താണ് ഒരു തടാക ഗ്രാമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അത്തരത്തിലുള്ള വാസസ്ഥലങ്ങളുടെയൊക്കെ നിർമ്മാണം തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ഏതായിരുന്നു? നവീന ശിലായുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പ്രാചീന ശിലായുഗം എന്താന്ന് പഠിച്ചു, മധ്യശിലായുഗം പഠിച്ചു, നവീന ശിലായുഗം പഠിച്ചു. നവീന ശിലായുഗത്തില് പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ് കൃഷി ആരംഭിച്ചത്, പിന്നെന്താണ് തീയിന്റെ വ്യാപകമായ ഉപയോഗം, അതുപോലെ തന്നെ എന്താണ് ചക്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവര് മൺപാത്രങ്ങൾ ഉണ്ടാക്കി. അതുകൂടാതെ എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടേഷൻ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഗതാഗതം. അവരുടെ വാഹനങ്ങൾ, അല്ലെ വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള വാഹനം എല്ലായിട്ടും ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മൾക്കറിയാലോ എന്താണ്, എങ്ങനെ യാത്ര ചെയ്യുന്ന? പണ്ട് കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാളവണ്ടി, അങ്ങനെ വീൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വന്നു. കൈമാറ്റ വ്യവസ്ഥ, ബാർട്ടർ സിസ്റ്റം വന്നു. ഇതൊക്കെയാണ് നവീന ശിലായുഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നമ്മൾ സ്റ്റോൺ ഏജിന്റെ 3 പീരീഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്താണ് പാലിയോലിത്തിക് എന്ന് പഠിച്ചു, അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്ന് പഠിച്ചു, എന്താണ് മധ്യശിലായുഗം എന്ന് പഠിച്ചു, അവസാനമായിട്ട് എന്താണ് നവീന ശിലായുഗം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 3 കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേബിൾ ആയിട്ട് എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് പോലെ എന്താണ്, ഈ ഓരോ പോയിന്റും എക്സ്പാൻഡ് ചെയ്ത് അല്ലെ എലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ള കഴിവ് നിങ്ങൾ എപ്പോഴും സ്വയം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ മാത്രമാണ് നമുക്കൊരു സോഷ്യൽ സയൻസിൽ കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്കോർ കിട്ടാൻ നമുക്ക് സഹായിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രാചീന ശിലായുഗത്തിൻ്റെ പോയിന്റ്സ് എഴുതുക, ദെൻ മധ്യശിലായുഗം, നവീന ശിലായുഗം, ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.